ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് അതിശക്തമായ ഒരു മഴ പെയ്ത് മാറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിൽ, പ്രത്യേകിച്ച് മൂന്നാർ, രാജക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാവിലെ മുതൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. നെടുങ്കണ്ടത്ത് മഴയില്ല. പീരുമേട് താലൂക്കിൽ നേരിയ രീതിയിലുള്ള മഴയാണ്. രാത്രി പക്ഷേ ശക്തമായ മഴയുണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മഴ പെയ്യുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ലഭിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരോടും അവരവരുടെ ഓഫീസുകളിൽ തന്നെ തുടരണമെന്നും ഈ ഹെഡ്ക്വാർട്ടേഴ്സ് വിട്ടു പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡാമുകളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ മാറി നിൽക്കുകയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് മോത്തി. ഈ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉള്ള ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? ഇതുവരെ വിനോദസഞ്ചാരികൾക്ക് യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ ഒരുപക്ഷെ നിരോധനത്തിന് സാധ്യതയുണ്ട്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ വൈകിട്ട് ഒരു 7 മണി മുതൽ രാവിലെ 6 മണി വരെ മലയോര മേഖലയിലേക്ക് യാത്ര ഒഴിവാക്കുന്നത്, നിരോധനമില്ലെങ്കിൽ പോലും യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈ സമയങ്ങളിൽ കൂടുതലായി മണ്ണിടിയാനും അതോടൊപ്പം തന്നെ മരം വീണും ഒക്കെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മുൻവർഷങ്ങളെക്കാൾ വേഗത്തിൽ, അല്ലെങ്കിൽ മുൻവർഷങ്ങളിൽ ഒരു ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് ശക്തമായ മഴയും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തവണ കാലവർഷം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം മഴയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം തന്നെയാണ്. അതിശക്തമായ മഴ, ചെറിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിടിയാനും മരം വീണും ഒക്കെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരോധനമില്ലെങ്കിൽ പോലും യാത്ര ഒഴിവാക്കുന്നതാണ്, രാത്രികാലങ്ങളിൽ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടം അതിന്റെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ, വിനോദസഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനും മറ്റുമായൊക്കെ എത്തുന്നുണ്ട്. അവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും മേഖലകളിൽ, പ്രത്യേകിച്ച് വനത്തിനുള്ളിലൊക്കെ ശക്തമായ മഴ പെയ്താൽ ഈ വെള്ളച്ചാട്ടങ്ങളിലെ ഒഴുക്കിന്റെ ശക്തി കൂടാനും അങ്ങനെ അപകടമുണ്ടാക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഇടുക്കി ജില്ലയിലേക്ക് എത്തണ്ട എന്നല്ല, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. വെള്ളച്ചാട്ടത്തിലും പുഴയിലും ഒക്കെ ഇറങ്ങുന്നത് ഒഴിവാക്കുക എന്നത്.